അപ്പോൾ ഈ പിന്നെ ഇവിടെ എങ്ങനെയാണ് ചെന്നൈ ചെയ്യുമ്പോഴും സ്ഥലം ഇത് നമ്മുടെ സ്വന്തം സ്ഥലത്താണ് എപ്പോഴും ചെയ്യുള്ളൂ. ആണല്ലേ? അപ്പോൾ ആദ്യം ഇങ്ങനെ ഇതിന് പറ്റിയ സ്ഥലങ്ങൾ നോക്കും അങ്ങനെ? അതിപ്പോൾ നമ്മളെപ്പോഴും ഇത് ഞങ്ങളൊക്കെ പഴയ ആൾക്കാരായതുകൊണ്ട് കുറച്ച് സ്ഥലം എപ്പോഴും ലിറ്റിൽ ലാൻഡ് ബാങ്ക് ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കും. ഇത് മേടിക്കാൻ പണിയേണ്ട സമയം നോക്കിയിട്ട് ലാൻഡ് അന്വേഷിച്ച് നടക്കുന്നത് എന്നെ സംബന്ധിച്ച് കുറവാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പ്രോജക്ട്സ് അല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ അടുത്ത് കുറച്ച് ചെറിയൊരു ലാൻഡ് ബാങ്ക് കയ്യിലുണ്ട്. അത് ചെയ്യും. പിന്നെ അതിൽ എഡീഷൻസ് മേടിച്ചുകൊണ്ടിരിക്കും സൂട്ടബിളായ ഏരിയയിൽ. ഇവിടെ നേരം പിന്നെ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ഇവിടെയാണോ അതോ? ഇവിടെയാണ്. ഞാൻ മദ്രാസിലാണ് മെയിനായിട്ട് ചെയ്തത്. ആണല്ലേ? ഇവിടെ എവിടെയൊക്കെ ഉണ്ട്? ഇവിടെ ഞങ്ങളൊരു 10-30-40 പ്രോജക്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഇപ്പോൾ ഒരു ടിൻ ഹൗസസിൻ്റെ പ്രോജക്ട്സ് നടക്കുന്നുണ്ട്. ഒരു 6 യൂണിറ്റ് ഉണ്ട്. അത് ഓരോ യൂണിറ്റും ഇറ്റ് വിൽ കോസ്റ്റ് അറൗണ്ട് 80 lakhs അടുത്ത് വരും. അപ്പോൾ ഈ സ്വന്തം സ്ഥലത്താണ് ഫ്ലാറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ ആ പിന്നെ ഓരോ പാർട്ടിക്ക് അവർ വിൽക്കുകയല്ലേ ഓരോ ഫ്ലാറ്റ്? അതെ. അപ്പോൾ അത് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പിന്നെ വിലയും ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്തായിരിക്കും അത്? അതെ, നമ്മളിപ്പോൾ വില നോക്കുക. അങ്ങനെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുക. ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഉണ്ട്. നമുക്കൊരു ആവറേജ് ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര വരും. ഇന്ന മാതിരി കൺസ്ട്രക്ഷൻ ഒരു ഇതുണ്ട്. അതനുസരിച്ചിട്ട് അതുപോലെ ലാൻഡിൻ്റെ ഏരിയ, ഇപ്പോൾ ഒരു ഫ്ലാറ്റിന് നമ്മൾ എത്ര ലാൻഡ് അലോക്കേറ്റ് ചെയ്യുന്നു അതനുസരിച്ചിട്ട് അൺഡിവൈഡഡ് ഷെയർ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ 6 ഫ്ലാറ്റ് ആണെങ്കിൽ 6 ഫ്ലാറ്റിന് ആ ലാൻഡിൻ്റെ കോസ്റ്റ് ഈസ് ഡിവൈഡ് ഇൻടു 6. ആ കോസ്റ്റും പ്ലസ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആൻഡ് പ്ലസ് പ്രോഫിറ്റ്, ദാറ്റ് ഈസ് ദ പ്രൈസ് ഓഫ് ദി ഫ്ലാറ്റ്. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന അവരുടെ എന്ന് പറയുമ്പോൾ അവർക്ക് അത്രയും അവരുടെ ഏറിയ അത്രയും സ്ഥലമാണ് അവർക്ക് സ്വന്തം. സ്വന്തം. അവർക്ക് ജോയിന്റ് ഓണേഴ്സ് ആണ്. ഈ 6 പേരും ഈ ഫ്ലാറ്റിന്റെ ഓണേഴ്സ് ആണ്. ദേ ആർ ജോയിന്റ് ഓണേഴ്സ്. ആർക്കും അതിൽ നിന്ന് സ്ഥലമായിട്ട് വിൽക്കാനൊന്നും പറ്റില്ല. അതേസമയത്ത് വിൽക്കുമ്പോൾ അവർ അതുപോലെ തന്നെ ആ ലാൻഡിന്റെ അൺഡിവൈഡഡ് ഷെയർ ഓഫ് ലാൻഡും അല്ല അവർക്ക് മറ്റേ ഈ ഫ്ലാറ്റുകൾ അവർക്ക് വിൽക്കാമല്ലോ? വെക്കാം. അപ്പോൾ വിൽക്കുമ്പോൾ പിന്നീട് ഫസ്റ്റ് പർച്ചേസ് കഴിയുമ്പോഴാണ് ഈ ലാൻഡും ഈ ബിൽഡിങ്ങിൻ്റെയും ഇഷ്യൂ വരുന്നത്. അത് കഴിഞ്ഞ സെക്കൻഡ് സെയിൽസ് വരുമ്പോൾ ഇപ്പോൾ എൻ്റെ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരാൾ പിന്നീട് അത് വിൽക്കുകയാണെങ്കിൽ അതിന് ആ ഫ്ലാറ്റിന്റെ വാല്യൂ ആയിട്ടാണ് പോവുള്ളൂ. പിന്നെ ലാൻഡ് ഇഷ്യൂ വരുന്നില്ല. അങ്ങനെയല്ല, അതിൽ മെൻഷൻ ചെയ്യും ഇത്ര ലാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് സെയിൽസ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ സാറിന് ഇപ്പോൾ GSN ട്രേഡ് ആൻഡ് റിലേറ്റേഴ്സ് ലിമിറ്റഡ് അതുകൊണ്ട് എന്താണ് അതിൻ്റെ? അത് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഫോർ ദ ലാസ്റ്റ് 4-5 years chemicals illande ee construction is not possible. So minus chemical no construction. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ക്വാളിറ്റി ഓഫ് ദി സിമെൻറ്റ്, ക്വാളിറ്റി ഓഫ് ദി സാൻഡ് ആൻഡ് ക്വാളിറ്റി ഓഫ് ദി മറ്റേ നമ്മുടെ ജെല്ലിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇൻഫീരിയർ ക്വാളിറ്റി ആയിപ്പോയി. ആൻഡ് ക്ലീനിങ് പ്രോസസ് ഇല്ല. പണ്ടാണെങ്കിൽ ഇതൊക്കെ കഴുകി വാഷ് ചെയ്യുന്നു, നല്ലവണ്ണം സീവ് ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ റൈറ്റ് ഫ്രം കിട്ടിയ ഉടനെ തന്നെ മിക്സ് ചെയ്ത് ക്വാണ്ടിറ്റി ചെയ്യുന്നു, എടുക്കളി. അപ്പോൾ നമുക്ക് എന്ത് വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കെമിക്കൽസ് ഇപ്പോൾ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം? ഈ കെമിക്കൽ നമ്മൾ ഓരോ റേഷ്യോ വെച്ചിട്ടുണ്ട്. ഈ കമ്പനിക്കാർ മാനുഫാക്ചർ ചെയ്യുമ്പോൾ തന്നെ ഉണ്ട്. സപ്പോസ് ഒരു ബാഗ് സിമെന്റിന് ഇത്ര കെമിക്കൽ ആഡ് ചെയ്യുക. ആ കെമിക്കൽ കൊണ്ടുള്ള ഉപയോഗം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വീട് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ പ്ലാസ്റ്ററിങ്ങിൽ വരുന്ന ക്രാക്സ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പൊ മണലിന്റെ ആവശ്യം വരുന്നില്ല? മണൽ വരുന്നുണ്ട്. മണലും സിമെന്റും കൂടി ചേർക്കുന്ന അതിനെ ചേർക്കുന്നത് നമ്മൾ ഈ കെമിക്കൽ അതിന്റെ റേഷ്യോ വെച്ച് ചേർക്കുന്നു. അപ്പൊ ഈ ആദ്യം അല്ലാതെ ഉപയോഗിക്കുന്ന മണലിന്റെ സിമെന്റിന്റെ അത്ര അളവ് ഉപയോഗിക്കേണ്ട? അത് അളവിലൊന്നും വ്യത്യാസമില്ല. അതിൽ there is no change. അതിന് വേറൊരു പ്രോഡക്റ്റ് വേറെ വരുന്നുണ്ട്. ഇപ്പൊ ഈ കെമിക്കൽ നമ്മൾ സാധാരണ നമ്മൾ പ്ലാസ്റ്റിക്കിന് ഉപയോഗിക്കുമ്പോൾ അത് അളവില് മറ്റിന്റെ അളവൊന്നും കുറയ്ക്കാൻ പറ്റില്ല. റേഷ്യോ ഓഫ് ദി സിമെന്റ് ആൻഡ് സാൻഡ് ഈസ് സെയിം. അപ്പൊ ഈ സാറ് പറഞ്ഞ കെമിക്കലിന്റെ പ്രവർത്തനം എന്താണ്? അത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചുമരിൽ സാധാരണ ക്രാക്സ് ഡെവലപ്പ് ചെയ്യില്ല. പിന്നെ ബ്രിക്ക് മോട്ടറിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും ബ്രേക്കേജ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ടോട്ടലി ആൻഡ് ഇപ്പോൾ വേറെ അതിൽ തന്നെ പല കെമിക്കലുകളുണ്ട്. കളേർഡ് കെമിക്കൽസ് വരുന്നുണ്ട്. ആ കളർ കെമിക്കൽ ചേർത്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് അവോയ്ഡ് ഒരു പ്രൈമർ അടിക്കുന്ന ഇതും കൂടി മാറ്റിക്കളയാം. യു ക്യാൻ അവോയ്ഡ് ദാറ്റ് ആൾസോ.
ഒരു കളർ തന്നെ വരും. ഒരു സപ്പോസ് യു വാണ്ട് എ ലൈറ്റ് ഓറഞ്ച് കളർ ഓർ യെല്ലോ കളർ, ദാറ്റ് ക്യാൻ ബി അതുമായിട്ട് സാമ്യമുള്ള ഈ ചേർത്താൽ അപ്പോൾ അത് നമുക്ക് അത് ആ കളർ ഒരു ലൈറ്റ് ഷെയ്ഡ് കിട്ടും. ഈ സാധാരണ സിമെന്റ് കളറിൽ നിന്ന് മാറി കിട്ടും. പിന്നെ ഇതുപോലെ തന്നെ ഇതില് ആ അപ്ലിക്കേഷൻ ഈ പ്ലാസ്റ്ററിങ്ങിൽ. പിന്നെ കെമിക്കലിന്റെ അപ്ലിക്കേഷൻ എവിടെ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഡി മിക്സ് കോൺക്രീറ്റ് വണ്ടി കണ്ടിട്ടില്ലേ? സാധാരണ ഇപ്പൊ നമ്മൾ കോൺക്രീറ്റിങ്ങിന് റെഡി മിക്സ് ഓർഡർ ചെയ്യാറേ പതിവ്. നമ്മുടെ നാട്ടിലുള്ള സാധാരണ ചെറിയ മിക്സിങ് ഒക്കെ നിർത്തിപ്പോ ബിക്കോസ് ഓഫ് ദി ലേബർ കിട്ടാണ്ടും ആ ക്വിക്ക്നെസ് ടൈമിന്റെ സേവ് ചെയ്യാനൊക്കെ ആയിട്ട് ഇപ്പൊ നമ്മൾ റെഡി മിക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഈ റെഡി മിക്സ് കോൺക്രീറ്റിൽ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, കോൺക്രീറ്റ് സാധാരണ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂറിനകത്തൊക്കെ സെറ്റ് ആയിക്കളയും. ഇത് നമ്മൾ ചിലപ്പോൾ സൈറ്റിനോ ഒരു 2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് പോകണം, അവിടെ ചെന്നാൽ 1 മണിക്കൂർ വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ടൈം അനുസരിച്ചുള്ള കെമിക്കൽസ് ഉണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ ഇതിന്റെ സെറ്റിങ്ങിനെ ഡിലേ ചെയ്യിക്കാം, 2 മണിക്കൂർ ഡിലേ ചെയ്യിക്കാം, 3 മണിക്കൂർ ഡിലേ ചെയ്യിക്കാം. ആ കെമിക്കൽ ഇട്ടിട്ടാണ് ഈ വണ്ടികളിൽ RMC റെഡി മിക്സ് കോൺക്രീറ്റ് കൊണ്ടുപോകുന്നത്. അതല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും സാധനം യു കാനോട്ട് യൂസ് ഇറ്റ്. അപ്പോൾ അതിനുള്ള കെമിക്കലുകളുണ്ട്. ആ കെമിക്കലുകൾ തന്നെ വേറെ ഇപ്പോൾ വേറൊരു കോമ്പിനേഷൻ കെമിക്കൽ ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കമ്പി നമുക്ക് കെട്ടി ചെയ്യുന്ന കമ്പി ഉണ്ടല്ലോ കോൺക്രീറ്റ്, കമ്പി റസ്റ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കെമിക്കൽ അതിൽ ഉപയോഗിക്കുന്നത്. ഇത് അതിനകത്തായിരിക്കുമ്പോൾ പോലും അത് ഈ സിമെന്റിന്റെ കൂടെയാണോ അതും ചേർത്ത്? അത് ഈ ഇതിൽ തന്നെ ഈ റെഡി മിക്സ് ഉണ്ടാക്കുമ്പോൾ ഈ കോമ്പിനേഷൻ സാധാരണ മിക്സ് ചെയ്തിട്ട് അയക്കുക ഒരുമാതിരി കമ്പനിക്കാരൊക്കെ. അപ്പൊ ഈ 2 കാര്യം അവോയ്ഡ് ചെയ്യാം. അവിടെയും നമുക്ക് ക്രാക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ക്വാണ്ടിറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിൽ നമുക്ക് നോക്കുമ്പോൾ ചില ക്രാക്സ് ഒക്കെ കാണും, അതൊന്നും ഉണ്ടാവില്ല. ശരി. അപ്പൊ ഈ പിന്നെ ഇപ്പൊ സിമെന്റ് പറഞ്ഞ പോലെ മണലൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾ? അതിനിപ്പോ നമ്മളിപ്പോ വേറെ ഒരു കെമിക്കൽ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഈ റെഡി മിക്സ് കോൺക്രീറ്റ് ജാതി റെഡി പ്ലാസ്റ്ററിങ് ഉണ്ടാക്കി തുടങ്ങി, റെഡി മിക്സ് പ്ലാസ്റ്റർ. അതിപ്പോൾ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നമ്മുടെ അടുത്ത് വലിയ വലിയ കമ്പനികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊരു ചെറിയ കമ്പനി ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്, കൺസ്ട്രക്ഷൻ കെമിക്കൽസിന്റെ. ഗുജറാത്ത് ബേസ്ഡ് ഒരു കമ്പനിയായിട്ട് ഞങ്ങൾ ജോയിൻ ചെയ്തിട്ട് അവരെ കൂടെ ഇപ്പം ഞങ്ങൾ അവരുടെ ഒരു ഫ്രാഞ്ചൈസിയിൽ ഈ തമിഴ്നാട്ടിൽ ഞങ്ങളിപ്പോൾ മാനുഫാക്ചറിങ് ആരംഭിച്ചു. അതിൽ ഞങ്ങൾക്ക് റെഡി മിക്സ് പ്ലാസ്റ്റർ ഉണ്ട്. ഈ റെഡി മിക്സ് പ്ലാസ്റ്ററിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിലിപ്പോൾ ഇവിടെ നമുക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സിമെൻറ്റ് അല്ല മണൽ കിട്ടാനുള്ള പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ ഇത് മണലും ഒരു റേഷ്യോ മണലും വേറെ ചില പ്രോഡക്റ്റ് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, ചീപ്പായിട്ടുള്ള പ്രോഡക്ട്സ്. അതിൽ തന്നെ ഞങ്ങൾ കെമിക്കൽ യൂസ് ചെയ്യുന്നു. നമുക്ക് ആവശ്യമുള്ള കെമിക്കൽ യൂസ് ചെയ്തിട്ട് ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് നമ്മുടെ മണലും സിമെൻറ്റും കൂടി ചേർക്കുന്ന റേഷ്യോയിലും കുറവായിരിക്കും ഞങ്ങളുടെ പ്രൈസ്. അപ്പോൾ ഇത് മണലിൻ്റെ ആവശ്യമേ വരുന്നില്ലേ? കംപ്ലീറ്റ് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം നമുക്ക്. മണലിനെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തിട്ടുള്ള പ്രോസസ്സുണ്ട്. സിമെന്റും ഈ കെമിക്കലും വേറെ കുറെ പൗഡറുകൾ വരുന്നുണ്ട്. ഒരു 2-3 ഡോൾമൈറ്റ് പൗഡർ, പിന്നെ വേറെ ക്വാറി ഡസ്റ്റ്, ഫ്ലൈ ആഷ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കിയിട്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മണലിൻ്റെ കംപ്ലീറ്റ് അങ്ങ് കുറച്ച് കളയാം. അപ്പോൾ ഇപ്പോൾ ഈ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ മണൽ അവോയ്ഡ് ചെയ്തിട്ടാണോ ചെയ്യുന്നത്? ഇപ്പോൾ ഞങ്ങളിവിടെ ആരംഭിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഞങ്ങളിപ്പോൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് മണലിനെ കുറെ അവോയ്ഡ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ മണലില്ലാണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ കോസ്റ്റ് നമുക്ക് കുറയ്ക്കും ചെയ്യാം. ആൻഡ് നമുക്കത് കോസ്റ്റ് കുറഞ്ഞാൽ തന്നെ മെച്ചമായല്ലോ. ക്വാളിറ്റി നമ്മൾ കീപ്പപ്പ് ചെയ്താൽ മതി. അപ്പോൾ ആ മണൽ ചേർത്ത് വരുന്ന ആ സ്ട്രെങ്ത് കിട്ടുമോ? 100% ഉണ്ടല്ലേ.